32 വർഷം ഗുജറാത്തിൽ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവദാസനാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പൊന്നച്ചൻ ജോർജ്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ കടന്നുപോയി ഗുജറാത്തി ഭാഷ പഠിച്ച് ഗുജറാത്തികളുടെ ഇടയിൽ അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്തു. ഒരുപാട് അനുഭവങ്ങൾ ശുശ്രൂഷ മുഖത്ത് ഇന്ന് തനിക്ക് പറയാനുണ്ട്. എന്നാൽ താൻ ദൈവത്തിൻ്റെ കൃപയും സംരക്ഷണവും അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യം ഇപ്പോൾ നമ്മളോട് പ്രസ്താവിക്കുന്നതായിരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അനുഭവം നിങ്ങളുമായി അല്പസമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഗുജറാത്തിലെ വൽസാഡ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന് ധരംപൂരിൽ നിന്നും 40 കിലോമീറ്റർ അകലെ ഒരു ചർച്ചുണ്ട്. അവിടേക്ക് ഞങ്ങൾ വൽസാഡിൽ നിന്ന് ബസ് കയറി. എന്നോടൊപ്പം IG കൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ഒരു ദേവദാസനുണ്ടായിരുന്നു. ഞങ്ങൾ ബസ് കയറി ധരംപൂരിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് വേറൊരു ബസ് കയറി വേണം അവിടേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ ഏകദേശം 6 മണിയുടെ അടുത്ത സമയമായിരുന്നു. ബസ് ഇല്ലായിരുന്നു. ഒരു ബസ് വന്നു, ഞങ്ങൾ കയറി. അങ്ങനെ ഒരു 20 കിലോമീറ്റർ അകത്തേക്ക് പോയപ്പോൾ വഴി തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, വഴി തെറ്റിയാണ് പോകുന്നത്, ഇനി മുമ്പോട്ട് പോകണ്ട. ഞങ്ങൾ ബെല്ല് അടിച്ച് അവിടുത്തെ ഇറങ്ങി. ഞങ്ങളോടൊപ്പം ചില ആദിവാസി സഹോദരന്മാരും ഇറങ്ങി. ഞാൻ ആ സഹോദരന്മാരോട് വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറയണം, ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് വന്നവരാണെന്ന് പറയണം. ഞങ്ങൾ അരമണിക്കൂറോളം അവിടെ ഇരുന്നപ്പോൾ ചില സഹോദരന്മാർ ഇറങ്ങി വന്നു. അവർ ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞു, പക്ഷെ പരിചയമില്ല. അന്നത്തെ പോലെ മൊബൈൽ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. അവിടെ ഒരു നദി ഉണ്ടായിരുന്നു. ആ നദി ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് കയറിയിട്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങി ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അകത്ത് ചെന്നപ്പോഴാണ് ചില വീടുകളുണ്ടായിരുന്നു. അവർ അവിടെ ഞങ്ങൾക്ക് വെളിയിൽ കയറ് കെട്ടി ഒരു കട്ടിലിട്ട് തന്നു. അവിടെ ഇരുന്നു. അവരുടെ ആ രീതി അനുസരിച്ച് വെള്ളം കൊണ്ടു തരും. ഗുജറാത്തിൽ എവിടെ ചെന്നാലും വെള്ളം തരും. ആ വെള്ളം നമ്മൾ കുടിക്കണം, ഇല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. വെള്ളം തന്നു. അതിനുശേഷം അവരെ ഞങ്ങൾക്ക് അമരിക്കായും മക്കായിയുടെ റൊട്ടിയും കൂടെ തന്നു. അവിടെ ഞങ്ങൾ കഴിച്ചിട്ട് അവിടെ കിടന്നു. ഞങ്ങളുടെ ബാഗ് അവരുടെ വരാന്തയിൽ വെച്ചിരുന്നു. അവർ ഞങ്ങൾക്ക് വെളിയിലൊരു കട്ടിലിട്ട് തന്നു. അവിടെ ഞങ്ങൾ കിടക്കുകയായിരുന്നു. ഞങ്ങളുടെ ബാഗിനകത്ത് 50,000 രൂപ ഇരിപ്പുണ്ട്. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏകദേശം 1:30 ആയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ കേൾക്കുവാൻ ഇടയായി. പാളയത്തിൻ്റെ പുറത്ത് എൻ്റെ നിന്ന് ചുമക്കുവാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. അതിനുശേഷം ഞാൻ ഉറങ്ങി. ഏകദേശം 8 മണിയായിട്ടാണ് ഞാൻ എണീറ്റത്. യാത്ര ചെയ്ത് ഒത്തിരി ക്ഷീണമായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ബാഗ് അവിടെ ഇല്ല. ഹൃദയത്തിനകത്തൊരു വലിയ പ്രയാസം തോന്നി. അവരൊക്കെ 5 മണിക്ക് എണീറ്റ് വീടൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി ബാഗ് അവരെടുത്ത് അകത്ത് കൊണ്ടുവച്ചതായിരുന്നു. ഞാൻ ചെന്ന് ചോദിച്ച് ബാഗ് എന്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഞങ്ങൾക്ക് ചായ തന്നു. ഞങ്ങൾക്ക് പോകേണ്ടുന്ന സ്ഥലത്ത് അവർ ഞങ്ങളെ കൊണ്ടാക്കി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം എത്ര നല്ലവൻ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ കത്തോലിക്ക പാരമ്പര്യത്തിലും അതിന്റെ ആചാരങ്ങളും അനുസരിച്ച് ജീവിച്ചവരായി. എന്നാൽ യാതൊരു വിധമായ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകാതിരുന്നപ്പോൾ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് ഞാനൊരു ദൈവമില്ലാത്തവനായി 2 വർഷം ജീവിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് മഹാസ്നേഹം അല്ലേലൂയ, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദൈവദാസനെ അയക്കുകയും തിരുവചനം ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യമാണ് 34-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്ക് കുറവില്ല. ഞങ്ങൾക്ക് വചനം അറിയത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, അത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ വായിച്ചു. അന്ന് എൻ്റെ കയ്യിൽ ബീഡിയും ചാരായം ഉണ്ടാക്കുന്ന വെള്ളങ്ങളും ചാരായം കൊടുത്ത പൈസ കിട്ടാനൊക്കെ ഒരു കാലമായിരുന്നു. ദൈവമില്ലാത്തവനായി ജീവിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞ ആ വചനം ഞാൻ കൈനീട്ടി വാങ്ങിച്ചു. അന്നൊരു തീരുമാനമെടുത്തു, കർത്താവേ, ഞാൻ നിന്റെ പിന്നാലെ വരുന്നു, നീ എനിക്ക് നല്ലവനായിരിക്കണം. വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എങ്കിലും അന്ന് സമർപ്പിച്ചു. ഇന്നേക്ക് 47 വർഷങ്ങൾക്ക് മുൻപ് ആ വഴിയിലേക്ക് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ കുടുംബമായി ബോംബെയിലായിരുന്നു. അവിടെ ഞങ്ങളെക്കുറിച്ച് ദൈവഹിതമായതുകൊണ്ട് ദൈവം ചില പ്രതികൂലങ്ങളൊക്കെ തന്ന് ഞങ്ങൾ മടങ്ങി കേരളത്തിലേക്ക് വന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ ദൈവത്തോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ഭവനത്തിനകത്ത് ഒരു സഹോദരിയുണ്ട്, അവിടെ വിവാഹം നടക്കണം. ദൈവം എനിക്ക് നല്ലവനെന്ന് ഞാൻ ഒരാളോട് പറഞ്ഞാൽ അവർ ചോദിക്കത്തില്ലയോ, നിങ്ങളുടെ വീട്ടിലെന്താണ്? അതുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്ത് ദിവസം പ്രാർത്ഥിച്ചു. 3-ാമത്തെ മാസം ദൈവം അവളുടെ വിവാഹം നടത്തി.
അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ദൈവദാസനെ വിളിച്ചാൽ അദ്ദേഹത്തിന് ഒരു 50 രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാനും ഭാര്യയും മാത്രമായിരുന്നു. ഞങ്ങൾ 7 ദിവസം ഉപവസിച്ചു. 7-ാമത്തെ ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കരുതും. ആ ഒരു വാഗ്ദത്തങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു, മുറുകെ പിടിച്ചു. അന്നു മുതൽ ഇന്ന് വരെയും ദൈവം കരുതുന്നു. എവിടെ കരുതുമെന്നോ, ആര് കരുതുമെന്നോ, എത്ര കരുതുമെന്നോ ഇന്നും എനിക്കറിയത്തില്ല. എങ്കിലും ആ പറഞ്ഞ വാഗ്ദത്തം 1990 മുതൽ ഈ 2025 വരെ ഏകദേശം 35 വർഷമായി ദൈവം നടത്തുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടപ്പടിയിലൊരു ചെറിയ പൈനർ വർക്ക് ആരംഭിച്ചു. അന്ന് അവിടെ നിന്നും ബന്ധക്കോസ്തുകാരാരുമില്ലായിരുന്നു. കോട്ടപ്പടിയിലോ കുറുപ്പുംപടിയിലോ ഗ്രാമ്യ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ അവിടെ സഭകളുണ്ട്. ദൈവം അവിടെ അത്ഭുതകരമായ രീതിയിൽ ചിലർ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ചില ഹിന്ദു കുടുംബങ്ങൾ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. അത് മുഖാന്തരം എൻ്റെ പേരിൽ അവിടുത്തെ യാക്കോബക്കാർ കേസ് കൊടുത്തു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടി വന്നു. കോതമംഗലത്തുള്ള ഒരു ഇൻസ്പെക്ടർ എനിക്ക് സഹായമായി അവിടെ വന്നു. അദ്ദേഹം തമ്മിൽ സംസാരിച്ചു. ചോദ്യം ചെയ്തപ്പോൾ ഇൻസ്പെക്ടർ കാര്യം മനസ്സിലാക്കി. അങ്ങനെ ആ കേസിൽ നിന്ന് ഞാൻ ഊരിപ്പോകേണ്ടി വന്നു. അവിടെ ഇന്നൊരു സഭയുണ്ട്, ഷാലോം ചർച്ചിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 വർഷം ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഗുജറാത്തിലേക്ക് പോകുവാൻ ദൈവം ഇടയാക്കി തീർത്തു. 1993 ഞാൻ ഗുജറാത്തിലേക്ക് പോകുവാൻ ദൈവം എനിക്കൊരു ദർശനം തന്നു. ഞങ്ങൾ അങ്ങനെ പോയി. അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഗുജറാത്തി ഭാഷ പഠിച്ച് ഗുജറാത്തികളിടയ്ക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ തീരുമാനിച്ചു. 200 വർഷത്തിൽ താഴെ ക്രിസ്തീയ പാരമ്പര്യമുള്ള ഒരു വലിയ സ്റ്റേറ്റാണ് ഗുജറാത്ത്. അവിടെ 1834 1830 ഐ പി മിഷൻ എന്ന് പറയപ്പെടുന്ന ആ മിഷൻ അവർ വന്നിട്ട് സുവിശേഷ വേല ആരംഭിച്ചത്. ഗുജറാത്തിൽ ഭാവനഗറിലെ ബാലേസ്പൂർ പറയുന്ന വില്ലേജിലാണ് ഞാൻ അവിടെ പോയിരുന്നു, കണ്ടിരുന്നു. അവിടെ ചെറിയ സഭയുണ്ട്, കുറെ വിശ്വാസികളുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട പോലെ പോർക്ക് കൊടുക്കാവുന്നതുകൊണ്ട് അവർ ഇന്നും പകുതി ക്രിസ്ത്യാനികളും പകുതി ഹിന്ദുക്കളുമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കർത്താവിന്റെ വേല ചെയ്തിരുന്നു. ഗുജറാത്തിലെ പോർബന്തറിലെ ഗാന്ധിജിയുടെ നാട്ടിലേക്ക് സുശേഷ വേലയ്ക്കായിട്ട് പോകുവാൻ ഇടയായി തീർന്നു. അവിടെ ആയിരുന്നപ്പോൾ ആരാധിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് ഒരു സ്കൂൾ കെട്ടിടം വാടകയ്ക്ക് ഒരു ഹിന്ദുവായ ഹെഡ് മാസ്റ്റർ സമ്മതിച്ച് അങ്ങനെ ഞങ്ങൾ ആരാധന അവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഒരു ദിവസം സഭായോഗത്തിന് ഞങ്ങളെല്ലാം ഒരുങ്ങി തിരുത്താഴത്തിന് വേണ്ടി ഒരുങ്ങി അവിടെ ചെന്നപ്പോഴാണ് അത് പൂട്ടിയിരിക്കുന്നു. ഒന്നും അറിയത്തില്ല. എല്ലാവരും സഹോദരന്മാരും എല്ലാം വന്നു പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്നാൽ ഒരു സഹോദരൻ പെട്ടെന്ന് ഒരു സ്പിന്നിട്ടിങ്ങനെ തുറന്നപ്പോൾ പൂട്ടങ്ങ് തുറന്നു. ഞങ്ങൾ അവിടെ കയറിയിരുന്നു, ആരാധന നടത്തി. അമ്മ തിരുത്താഴത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അപ്പമെടുത്ത് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ 4-5 പേര് കയറി വന്നിട്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞു, നിർത്തടാ, നിങ്ങൾക്ക് എന്താ അവിടെ? വിശ്വാസികളെല്ലാം പെട്ടെന്ന് ചാടി എണീച്ചു. നമ്മുടെ ആരും എണീക്കരുത്, നിങ്ങളവിടെ പ്രാർത്ഥിച്ചോണം. ദൈവാത്മാവ് എനിക്ക് കൃപ തന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, ഇപ്പം ഞങ്ങളുടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആരും അകത്തേക്ക് വരരുത് എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. അവരവിടെ തന്നെ നിന്നു. അപ്പം വാഴ്ത്തി കൊടുത്തു, വീഞ്ഞു വാഴ്ത്തി കൊടുത്തു, എല്ലാം കഴിച്ചു, പ്രാർത്ഥിച്ചു, ആശീർവാദം പറഞ്ഞ് ഞാൻ വിളിച്ചിറങ്ങി ചെന്നു. എന്താ സഹോദരന്മാരെ, ഇവിടെ നടത്തരുത്, ഞങ്ങൾ പൂട്ടിയില്ലോ. ഞങ്ങളാരും എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മേ, അങ്ങനെ സമാധാനത്തോടെ ആ കാര്യം പരിഹരിപ്പാൻ ദൈവം ഇടയാക്കി തീർന്നു. ക്രിസ്തീയ ജീവിതത്തിലെ ശുശ്രൂഷയിലെ ഒരു മറ്റനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഗുജറാത്തിലെ കർത്താവിന്റെ വേലയ്ക്ക് പോയപ്പോഴേ ഹാലിലെ നാട്ടിലൂടെ ഞങ്ങളുടെ പ്രോപ്പർട്ടി വിറ്റ് മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന സൊസൈറ്റിയിലാണ് ഞങ്ങൾ വീട് വാങ്ങിച്ചത്. അവിടെ ഇച്ചിരി വിലക്കുറവുണ്ടായിരുന്നു. അന്ന് എനിക്ക് വിശ്വാസികളില്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. ഞാൻ കർത്താവിന്റെ വേല വിശ്വാസത്താൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മണ്ണെണ്ണ തീർന്നുപോയി. രാവിലെ ഒരു ഗ്ലാസ് കടുങ്കാപ്പി ഇട്ട് കുടിക്കാൻ പോലും മണ്ണെണ്ണ ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങളിങ്ങനെ ഭാരപ്പെട്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, വെറുതെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്തെടുക്കാനാണ്. അപ്പോൾ അന്ന കാലത്ത് ഞങ്ങളെ ട്രാക്റ്റുകൾ 50 പൈസയ്ക്ക് വിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്തപ്പോൾ അവർ എൻ്റെ ഭാര്യ വിചാരിച്ചെന്നാൽ സാറഫാത്തിലെ വിധവയുടെ വീട്ടിലെ എണ്ണ തീർന്നു പോയില്ല, മാവ് കുറഞ്ഞു പോയില്ല, എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ നടക്കത്തില്ല? വിശ്വാസത്തോടെ ഹല്ലേലൂയ ചിന്തിച്ചു. മാവ് എടുക്കുവാൻ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, ആവശ്യത്തിന് മാവ് എടുക്കണം. അവർ വിചാരിച്ചു 4 ചപ്പാത്തി എങ്ങനെയെങ്കിലും ഒന്ന് ചൂടാക്കി കഴിച്ചാൽ. ഞങ്ങൾ 4 പേരാ, ഞാനും വൈഫും 2 മക്കളും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാവെടുക്കാൻ പോയപ്പോൾ ദൈവം പറഞ്ഞു, ആവശ്യത്തിനെടുത്ത് കുഴയ്ക്കാൻ. അങ്ങനെ ആവശ്യത്തിനെടുത്ത് കുഴച്ചു. ഹല്ലേലൂയ വിശ്വാസത്താൽ സ്റ്റൗ കത്തിക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ ഹല്ലേലൂയ സ്റ്റൗ കത്തി. അന്ന് രാവിലെ ഒരു ഗ്ലാസ് കടുങ്കാപ്പി ഇട്ട് കുടിക്കാൻ മണ്ണെണ്ണ ഇല്ലാതിരുന്ന സ്റ്റൗ കത്തി. ഈ സമയം കൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിലെ ഏകദേശം 10-15 ട്രാക്ടറുകൾ വിറ്റപ്പോൾ ഏകദേശം മണ്ണെണ്ണ വാങ്ങിക്കാൻ ഒരു 6 രൂപ ആയി. പെട്ടെന്ന് ഞാൻ അതും കൊണ്ട് വന്ന് മണ്ണെണ്ണ വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് 1 ലിറ്റർ മണ്ണെണ്ണ വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് ഓടി വീട്ടിൽ വന്ന് ഞാൻ ഗേറ്റ് തുറന്നപ്പോൾ അകത്ത് കത്തിക്കൊണ്ടിരുന്ന സ്റ്റൗ കെട്ടുപോയി. ഞാൻ വന്നപ്പോൾ ഒരു 10-16 ചപ്പാത്തി അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ? ഞാൻ വിശ്വാസം ചെയ്തു. സ്റ്റൗ കത്തി. ദൈവത്തിന്റെ മഹത്വം. ദൈവം ഏലിയാവിന് മാത്രമല്ല, സാരഫാത്തിലെ വിധവയ്ക്ക് മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്ന തന്റെ എല്ലാ മക്കൾക്കും അവൻ വിശ്വസ്തനായ ദൈവം.
അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതങ്ങളിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. അതിലെ എന്റെ മൂത്ത മകൻ ജോഷുവ വിവാഹം കഴിച്ചിട്ട് 6 വർഷമായി. അവന്റെ ഭാര്യയ്ക്ക് യൂട്രസ് പ്രയാസമുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ല. അങ്ങനെ അവസ്ഥയിലായിരുന്നു. ദൈവമക്കളും ഞങ്ങൾക്ക് ഒരുപാട് ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം കരുണ കാണിച്ച് അവർക്ക് ഒരു കുഞ്ഞ് ഉണ്ടാവുക ദൈവം ഇടയാക്കി. ഈ ഫെബ്രുവരി 28-ാം തീയതി അവൾ ഒരു ആൺ പൈതലിന് ജന്മം കൊടുത്തു. ഹല്ലേലൂയ. മറ്റനുഭവം കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഗുജറാത്തിൽ ഗോദറയിൽ ഹിന്ദു മുസ്ലിം കലാപമുണ്ടായത്. അന്ന് 2002 ഞങ്ങൾ മുസ്ലിം സൊസൈറ്റിയിലായിരുന്നു താമസിച്ചുകൊണ്ടത്. എന്റെ മുമ്പിലും പുറകിലും എല്ലാം മുസ്ലിങ്ങളായിരുന്നു. അവർ വളരെ വായും വടിയും വാളും പെട്രോൾ ബോട്ടിൽ നിറച്ച കുപ്പികളുമായിട്ടൊക്കെയാണ് വരുന്ന ആൾക്ക്. അന്ന് ആനന്ദില് ഒരു മുസ്ലിമിന്റെ കുത്തി. കാര്യം അവർ എല്ലാം പ്രശ്നങ്ങളായി. ഒരു ദിവസം കൊണ്ട് തന്നെ മുഴുവൻ ഗുജറാത്തിൽ പ്രവർത്തിച്ചു. എല്ലാ വില്ലേജുകളിലുമുള്ള അവരുടെ വീടുകള് മസ്ജിദുകളൊക്കെ ഉടച്ചു. അതിൽ ഞങ്ങളും താമസിക്കുന്ന ഈ ഗുജറാത്തിലെ ദർശൻ പാർക്ക് സൊസൈറ്റിയിലെ 12-ാം നമ്പർ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. എന്റെ അനുജനുണ്ടായിരുന്നു. അവൻ ബറോഡയിൽ നിന്ന് അവനങ്ങ് പോയി. വീട്ടിൽ വിളിച്ച് പറഞ്ഞു, മക്കളെ കൂടി ഇങ്ങനെ പോരെ എന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം കർത്താവ്? ദൈവം പറഞ്ഞു, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മഹാത്ഭുതം അവിടെ നടന്നു. ആ ടൗണില് ഒരുത്തന്റെയും തല വെട്ടിയില്ല, ഒരുത്തന്റെയും വീട് കത്തിച്ചില്ല. കരംസാദിലെ 13 വീടുകളായി ഇടിച്ചു നടന്നത്. ഓടെന്ന് പറയപ്പെടുന്നത് 23 കിലോമീറ്റർ അപ്പുറത്ത് അവിടെ 25-26 കുടുംബങ്ങളുണ്ടായിരുന്നു. അത് മുഴുവൻ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരപ്പാക്കി റോഡാക്കി കളഞ്ഞു. അല്ലെങ്കിൽ എന്നാൽ ആനന്ദിൽ ആരുടെയും വീടുകൾ കത്തിച്ചില്ല, ഒരുത്തനെയും കൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും വില്ലേജുകളിൽ നിന്ന് കിട്ടിയവർക്ക് വിറ്റ് ആനന്ദിലേക്ക് വന്നു സുരക്ഷിതമായതോടെ. ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ദേശത്ത് നന്മയുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടുമെന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. നമ്മൾ ദേശത്ത് പാർക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ ദൈവം തീർച്ചയായും അതിന്റെ അനുഗ്രഹങ്ങൾ ആദ്യം നമുക്ക് തന്നെ തരും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഗുജറാത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗുജറാത്ത് നമ്മുടെ കേരളം പോലെ 4 കേരളത്തിന്റെ വലിപ്പമുള്ള ഒരു സ്റ്റേറ്റാണ്. 33 ഡിസ്ട്രിക്റ്റുകളുള്ള 232 താലൂക്കുകളുള്ള 20,000 വില്ലേജുകൾ ഉള്ള 8 ലോക്കൽ ഭാഷകൾ സംസാരിക്കുന്ന 7.9 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വളരെ ഫലപുഷ്ടമായ സമ്പൽ സമൃദ്ധിയുള്ള വാണിജ്യപരമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഗുജറാത്ത്. ഈ ഗുജറാത്ത് സുവിശേഷത്തിൽ വളരെ പിന്നോക്കമുള്ള ഒരു സ്റ്റേറ്റാണ്. കേവലം 200 വർഷത്തിൽ താഴെയുള്ള ക്രിസ്തീയ പാരമ്പര്യമേ ഈ ഗുജറാത്തിൽ ഇന്ന് അവകാശപ്പെടാനുള്ളൂ. അത് നമ്മൾ ആഴമായി പഠിച്ചാൽ AD 1834 ഭാവനഗറിലെ വാലേസ്പൂർ വില്ലേജിലെ ഇംഗ്ലണ്ടിലെ അയർലൻഡിൽ നിന്നും വന്ന ഐറിഷ് പെസ്ബിറ്റേറിയൻ മിഷണറീസ് IP മിഷൻ ആ വാലേസ്പൂർ വില്ലേജിൽ ഇറങ്ങി അവിടെ ഒരു ചെറിയ സഭ സ്ഥാപിച്ചു. ഇന്നും ആ ചെറിയ സഭ അവിടെ ഉണ്ട്. ഞാനത് പോയി കണ്ടിട്ടുണ്ട്, അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ. അവർ വേണ്ട പോലെ ക്രിസ്ത്യാനികളുമല്ല ഹിന്ദുക്കളുമല്ലാത്ത രീതിയിലാണ്. അങ്ങനെയാണ് ആ പ്രവർത്തനം അവിടെ ആരംഭിച്ചത്. അതിനുശേഷം 1887 ആനന്ദിലെ സമ്മർക്ക വില്ലേജിലെ സാൽവേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1905 വില്യം ബൂത്ത് ആനന്ദിൽ വന്നിട്ട് കുറേ സ്ഥലങ്ങൾ വാങ്ങിച്ച് സാൽവേഷൻ ആർമി ഹെഡ്ക്വാർട്ടർ ആനന്ദിൽ സ്ഥാപിച്ചു. 1910 കാത്തലിക് ചർച്ച് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. 1911 അമേരിക്കൻ മെതോഡിസ്റ്റ് ചർച്ച് വന്ന് അവരുടെ മെതോഡിസ്റ്റ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഇന്നത്തെ IP മിഷനും സാൽവേഷൻ ആർമിയും കാത്തലിക്സും മെതോഡിസ്റ്റുമായ മെയിൻ ലൈൻ ചർച്ചസാണ് ഇവിടുത്തെയുള്ള മുഖ്യധാരയിൽ ക്രിസ്തീയ പ്രവർത്തനത്തിലായിരിക്കുന്നത്. അതിനുശേഷം ഏകദേശം 1960 അടുത്ത സമയങ്ങളിൽ ഗുജറാത്തിൻ്റെ സൂറത്ത് മുതൽ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ ആദിവാസി ബെൽറ്റ് ഏരിയയിൽ ഒരു ആത്മീയ ഉണർവുണ്ടായി. അങ്ങനെ അവിടെ കുറേ ആൾക്കാരെ കർത്താവിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അങ്ങനെ അത് മുഖാന്തരമായി പലയിടങ്ങളിലായിട്ട് ഇന്ന് ക്രിസ്തീയ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ വേണ്ടതുപോലെ എല്ലാ വില്ലേജുകളിലും ക്രിസ്തീയ വിശ്വാസം എത്തിയിട്ടില്ല. ഇന്ത്യയിലെ 12 സ്റ്റേറ്റുകളിൽ ആൻറ്റി കൺവേർഷൻ ബില്ല് പാസ്സാക്കിയിരിക്കുന്ന അതിൽ ഒരു സ്റ്റേറ്റാണ് ഗുജറാത്ത്. അതുകൊണ്ട് നമുക്ക് വേണ്ടതുപോലെ സുവിശേഷം അറിയിക്കുവാൻ കഴിയത്തില്ല. എങ്കിലും നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിച്ച പോകുവിൻ സകല ജാതിയോട് സുവിശേഷം അറിയിപ്പിൻ, വിശ്വസിക്കുന്നവരെ കർത്താവിൻ്റെ ശിഷ്യരാക്കുകയും എന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കേണ്ടവന് കൊയ്ത്തിൻ്റെ യജമാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം.
വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന് യജമാനൻ തൻ്റെ കൊയ്ത്തിനായിട്ട് വേലക്കാരെ എഴുന്നേൽപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അന്ത്യകാലത്തെ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അരുളിച്ചെയ്ത കർത്താവ് തൻ്റെ വചനം ഓർത്ത് ഒരു വലിയ ആത്മീയ ഉണർവ് ഗുജറാത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗുജറാത്തിലെ കഴിഞ്ഞ 33 വർഷത്തിലെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യത്തിലാണ് ഈ ജനം വളരെ കാമൻ ക്വയറ്റ് ഗാന്ധിജിയുടെ സ്വഭാവമുള്ളവരാണ്. അവരുമായിട്ട് നമ്മൾ വളരെ സ്നേഹത്തിലും സൗമ്യതയിലും സൗഹൃദത്തിലും മുൻപോട്ട് പോയാൽ അവർ നമ്മളോട് അങ്ങനെ തന്നെ തിരിച്ചിടപെടുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. ഇവിടുത്തെ ഇന്നത്തെ സ്ഥിതിഗതികൾ, രാഷ്ട്രീയപരമായ സ്ഥിതിഗതികൾ നമുക്ക് അനുകൂലമല്ല. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമില്ല. ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്യേണ്ടതിന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി നാം ആയിരിക്കുന്ന സ്ഥാനത്ത്, ആയിരിക്കുന്ന വില്ലേജുകളിൽ 20,000 വില്ലേജുകളുണ്ട്. അതിന് ഒരു വില്ലേജിൽ ഒരു സൗകര്യം ഉണ്ടാകണം. അതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രവർത്തിക്കാം. നമുക്ക് ഈ രാജ്യം കർത്താവിന് വേണ്ടി നേടാം. സുവിശേഷ വേലയിൽ കഷ്ടം സഹിക്കണം എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വേല മുമ്പോട്ട് പോകത്തുള്ളൂ. കഷ്ടം സഹിക്കുവാൻ കഴിയുന്ന, സാക്രിഫൈസ് ചെയ്യുവാൻ മനസ്സുള്ള യൗവനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കും, കർത്താവിൻ്റെ രാജ്യം വരും, കർത്താവിൻ്റെ പ്രവൃത്തികളുണ്ടാകും. ഇടം കൈ വലം കൈ എന്ത് ചെയ്യുന്നു തിരിച്ചറിയാൻ കഴിയാത്ത വരുന്ന ഈ 7.9 കോടി ജനം ക്രിസ്ത്യാനികളെന്നും അഭിമാനിക്കുന്നവർ തന്നെ വളരെ ചുരുക്കമാണ്. കാരണം ആ രീതിയിലാണ് അതിൻ്റെ സാഹചര്യങ്ങൾ. ഒരുപാട് വളരുവാൻ കഴിയാത്ത ഡ്രോബാക്സുകളുണ്ട്. കോവിഡ് കാലത്ത് എനിക്ക് കോവിഡ് വന്നിട്ട് ഞാൻ കരിമുകളിലുള്ള താൽക്കാലിക കോവിഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവിടെ വെച്ച് എനിക്ക് കോവിഡ് മൂർധന്യാവസ്ഥയിലായി. എൻ്റെ 4 ബെഡിനപ്പുറത്ത് ഒരു സഹോദരി വലിയവായി വിളിച്ചു പോയിട്ട് അവരുടെ ശബ്ദം നിലച്ചു പോയി, അത് മരിച്ചുപോയി. അതിനിപ്പോൾ 4 ബെഡിനപ്പുറത്ത് ഞാനും ഇങ്ങനെ വളരെ വലുതായിട്ട് വിളിച്ചു പോയായിരുന്നു, വിളിച്ചു പോയായിരുന്നു. ഇപ്പോൾ ഡോക്ടേഴ്സ് ഓടി വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഇവിടെ പറ്റത്തില്ല, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്നാൽ രാത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാനൊക്കത്തില്ല. അപ്പോൾ ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവർ ലിസി ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ചെന്നപ്പോഴത്തേ രാത്രി 1:30 അവിടെ ഒരു ലേഡി ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് ആണല്ലോ, എനിക്കൊരു കോവിഡാണ്, കോവിഡ് പേഷ്യൻ്റാണ്, ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്നെ ഒരു വേണ്ടി കിടത്തി. ഞാൻ അവിടെ കിടന്നു. എനിക്ക് ട്രിപ്പ് ഇട്ടു, പക്ഷേ ഞാൻ മയങ്ങിപ്പോയി. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ മയങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ 4 വഴിക്കും 5 ഡോക്ടേഴ്സ് ഒന്നിച്ചിരിക്കുന്നു. അവരെന്നെ തട്ടി ഉണർത്തി. ഞാൻ കണ്ണുറന്നത് ഡോക്ടേഴ്സ് ഇരിക്കുന്നു. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ 5 രോഗങ്ങളുണ്ട്, നിങ്ങൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സ്പ്ലീൻ പഴുത്തിരിക്കുന്നു, കോവിഡ് മുഖാന്തരമായി നിങ്ങളുടെ തലച്ചോറ് വീക്കായിക്കൊണ്ടിരിക്കുന്നു, ഹാർട്ട് പ്രവർത്തിക്കാൻ സ്പന്ദന കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് തീരുമാനം എടുക്കാനൊക്കും. ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അവരെ എന്നെ ഏകദേശം 12 മണിയോടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. പിന്നെ എന്ത് ചെയ്ത് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ വയറ്റിന് താഴെ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വലിയ ഓപ്പറേഷൻ നടത്തി. എൻ്റെ സ്പ്ലീൻ, ഇമ്മ്യൂണിറ്റി പവർ തന്നെ സ്പ്ലീൻ പഴുത്ത് അത് എടുത്തു കളയേണ്ടി വന്നു. അങ്ങനെ ഞാൻ ICUവിൽ 14 ദിവസം കിടക്കേണ്ടി വന്നു. അവിടുത്തെ ചികിത്സ കൊണ്ട് ഏകദേശം ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് ഞാൻ റിക്കവറി ആയി. എങ്കിലും ഈ ഓപ്പറേഷൻ ചെയ്ത ഈ ഭാഗം പഴുത്തു. അതും പഴുത്ത് വളരെ സീരിയസ് ആവുമെന്ന് വിചാരിച്ചെങ്കിലും ദൈവം കരുണ കാണിച്ച് സൗഖ്യമാക്കി. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ സ്പ്ലീൻ ഇല്ല, എങ്കിലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഞാൻ ജീവിക്കുന്നു. അതിനുശേഷം എൻ്റെ കാലിൽ നാരകത്തിൻ്റെ ഒരു മുള്ളു കൊണ്ട് പഴുത്ത് ഇടത്തെ കാലിൽ കുഞ്ഞുവിരൽ ഒഴികെ ബാക്കി ഇങ്ങോട്ടുള്ള 4 വിരലുകൾ മുറിച്ച് കളയേണ്ടി വന്നു. അത് പഴുത്ത് മേലോട്ട് പഴുത്ത് വരുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. ഒരിക്കൽ ഡ്രസ്സ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം അസ്ഥി ഒടിഞ്ഞ് വീണു. ഭയപ്പെട്ടു, പ്രാർത്ഥിച്ചു, ദൈവത്തോട് കരഞ്ഞു. അന്ന് രാത്രി ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് തൊട്ടു, എന്നെ സൗഖ്യമാക്കി. അത് മേലോട്ട് പഴുത്തില്ല, എങ്കിലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഞാൻ നടക്കുന്നു. അതിനുശേഷം എനിക്ക് ലങ്സിന് പ്രോബ്ലം ഉണ്ടായിട്ട് ശ്വാസം എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. ഞാൻ കരംസാദ് മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ബറോഡ സയ്യാജി ഹോസ്പിറ്റലായിരുന്നു. ICUവിൽ ഒരാഴ്ചയോളം ഞാൻ ചികിത്സയിലായിരുന്നു. അവിടുന്ന് ഒരു ദിവസം ഞാൻ റിച്ചാർജ് വാങ്ങിച്ച് ഞാൻ കേരളത്തിലേക്ക് പോയി. അവിടെ വെച്ച് വീണ്ടും
എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലുണ്ടായി. തൃപ്പൂണിത്തുറ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരും പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് രാത്രി 11 മണി സമയമായി. അപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല, സാധാ ആംബുലൻസിൽ പോകാനൊക്കത്തില്ല, വെന്റിലേറ്റർ ഘടിപ്പിച്ച AC ഉള്ള എല്ലാ സൗകര്യങ്ങളുള്ള വെന്റിലേറ്ററിലെ ഒരു ആംബുലൻസിൽ എന്നെ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അങ്ങനെ ഒരു ആംബുലൻസ് കിട്ടി, വിളിച്ചു, പോയി. പക്ഷേ പോയ വഴിക്ക് നമ്മൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഓടിച്ചെന്ന് ICUവിൽ നമുക്ക് ബെഡ് കിട്ടത്തില്ല. അപ്പോൾ അന്ന് എൻ്റെ മോൻ ജോഷുവ അറ്റൻഡ് ചെയ്ത ചവയിലെ ചാൾസ് പാസ്റ്ററോട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് പരിചയമുള്ള മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനോട് വിളിച്ചു. അപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ രാത്രി 12 മണിക്ക് അദ്ദേഹം ഉറക്കമായിരുന്നു. ഇവർ വിളിച്ചുകൊണ്ടപ്പോൾ സെർവൻറ്റ് വന്നു, ഫോണെടുത്തു. സെർവൻറ്റിന് പാസ്റ്ററെ പരിചയമില്ല, എങ്കിലും ഞാൻ പാസ്റ്ററാണ്, സാറിനെ വിളിക്കാൻ പറഞ്ഞു. അവർ ചെന്ന് വൈഫിനെ വിളിച്ചു. വൈഫ് വന്ന് ഫോണെടുത്തു. പിന്നെ വൈഫ് ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് വന്ന് ഫോണെടുത്തിട്ട് പറഞ്ഞു ഇപ്പോൾ രാത്രി 12 മണിക്ക് ICUവിൽ ബെഡുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. സൂപ്രണ്ട് പേരെന്തുവാ പൊന്നച്ചൻ, ഓക്കെ നോക്കട്ടെ പറഞ്ഞ് ഫോൺ വെച്ചു. ദൈവം അന്ന് രാത്രി പ്രവർത്തിച്ചു. രാത്രി 1 മണിയോടടുത്ത സമയമായിരുന്നു. ഞാൻ മരണത്തോട് മുഖാമുഖമായി മലടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ചെല്ലുന്നതിന് മുൻപായിട്ട് അവർ ട്രോളിയുമായിട്ട് വന്ന് എന്നെ പിക്കപ്പ് ചെയ്തു. 3ാം നിലയിലേക്ക് മെയിൻ ICU വാർഡിലേക്ക് എന്നെ കൊണ്ടുപോയി. എനിക്കവിടെ നല്ല ICU ട്രീറ്റ്മെൻറ്റ് ദൈവം തന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് ജീവിച്ചു. ഏകദേശം എൻ്റെ ജീവിതത്തിൽ 4 മരണങ്ങൾ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവം എൻ്റെ ആയുസ്സിനെ നീട്ടി തന്നു. ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ അറിയുന്നു. ഗുജറാത്തിനെക്കുറിച്ചുള്ള സുവിശേഷത്തെക്കുറിച്ചുള്ള എൻ്റെ ദാഹം ഇന്നുവരെ തീർന്നിട്ടില്ല. കർത്താവ് അനുവദിച്ച അല്പകാലം കൂടെ ഗുജറാത്തിൽ സുവിശേഷ വേല ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇന്ന് ഗുജറാത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് ആൻറ്റി കൺവെൻഷൻ ബില്ല് പാസ്സാക്കിയിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഇവിടുത്തെ ലോക്കൽസായുള്ള യൗവനക്കാർ എഴുന്നേറ്റ് മുമ്പോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഗുജറാത്തിന് ഇടുവാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, കൊയ്ത്ത് വളരെയുടെ സത്യം, വേലക്കാർ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഓർത്ത് നമ്മൾ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഗുജറാത്തിനെ നേടുവാൻ ഇടയാക്കി തീർക്കും. മനസ്സിൽ തോന്നിപ്പിച്ച ഒരു വേദഭാഗമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 2 Corinthians chapter 4 verse 8. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. വായിച്ചത് എങ്ങനെയാണ്? കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ലോകമുണ്ട് നമ്മുടെ മുൻപിൽ. എന്നാൽ കാണാത്ത ഒന്നുണ്ട്. പൗലോസ് പറയുന്നു, കാണാത്തതിനായി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണാത്ത ചില കാര്യങ്ങൾ നിത്യമായിട്ടുണ്ട്. അതാണ് ഒന്ന്, ദൈവത്തെ നമുക്ക് ആർക്കും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ആ ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യവും വായിക്കാം. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അപ്പൊ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകണമേ, നിന്റെ രാജ്യം വരേണമേ, ആമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആമേ. കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ആദ്യത്തെ കാര്യമാണ്, ദൈവമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരേണമേ. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, ദൈവമേ, നിന്റെ രാജ്യം വരേണമേ എന്ന്. ഹല്ലേലൂയ.
സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.